ഗൈസ്, മനുഷ്യ മനസ്സിന് ഒരുപാട് തലങ്ങളുണ്ട്. ചിലത് നന്മ നിറഞ്ഞതും മറ്റൊന്ന് ഇരുണ്ടതും ഭീകരവുമായിരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാമുകിയുടെയോ ക്രിമിനലിന്റെയോ കഥയല്ല. അവളൊരു വിദ്യാർത്ഥിനിയായിരുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിച്ച ഒരു വിദ്യാർത്ഥിനി. ജങ് യുങ് ജങ് 23 വയസ്സുള്ള ബുസാനിലെ ഒരു സാധാരണ പെൺകുട്ടി. അവളുടെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. നന്നായി ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച അവളെ മുത്തശ്ശിയാണ് വളർത്തിയത്. ബാല്യകാലം വളരെ ദുരിതപൂർണമായിരുന്നു. ഒന്നിച്ചു കളിക്കാനും കൂട്ടുകൂടാനും ആളുകളില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം. അങ്ങനെ ഇരിക്കെയാണ് ക്രൈം ത്രില്ലർ സിനിമകളും നോവലുകളും അവൾ ആസ്വദിച്ച് കാണാൻ തുടങ്ങിയത്. അങ്ങനെ അവൾ അറിയാതെ തന്നെ അവളുടെ ഉള്ളിൽ ഒരു കൊലപാതക ചിന്ത വളർന്നു വന്നിരുന്നു. പിന്നീട് അവൾ തെറ്റുകളിലേക്ക് വഴുതി വീഴുകയായിരുന്നു. അങ്ങനെ ആദ്യ കൊലപാതകത്തിനുള്ള തുടക്കം. 2023 ജങ് ഒരു കൊലപാതകം നടത്തണമെന്ന് തീരുമാനിക്കുന്നു. അതിനായി അവൾ ഒരു ട്യൂഷൻ ആപ്പിൽ തന്റെ പേര് രജിസ്റ്റർ ചെയ്യുന്നു. അതിൽ 50-ലധികം ട്യൂട്ടർമാരെ അവൾ പരിചയപ്പെടുന്നു. അവസാനം 26 വയസ്സുള്ള ഒരു സ്ത്രീ ട്യൂട്ടറിനെ അവൾ ലക്ഷ്യം വെക്കുന്നു. തുടർന്ന് ഒരമ്മയാണ് എന്ന് വരുത്തി തീർക്കും വിധം ആ ട്യൂട്ടറെ ഫോൺ ചെയ്ത് തന്റെ മകൾക്ക് ട്യൂഷൻ ആവശ്യമാണ്, ഹോം ട്യൂഷന് റെഡിയാണോ എന്ന് ചോദിക്കുന്നു. കൊലപാതക ദിനം 2023 മാർച്ച് 26. ജങ് സ്കൂൾ യൂണിഫോം ധരിച്ച ആ വീട്ടിലേക്ക് കടന്നു വന്നു. അവിടെ ട്യൂട്ടർ ഉണ്ടായിരുന്നു. ട്യൂട്ടർ തുറന്ന് പാഠങ്ങൾ പഠിപ്പിക്കാനായി തുടങ്ങി. ജങ് തന്റെ ബാഗിൽ ഒളിപ്പിച്ച കത്തിയെടുത്ത് ട്യൂട്ടറെ കുത്തി. ഏകദേശം 100 തവണ പൈശാചികമായി കുത്തി ആ പാവം ട്യൂട്ടറെ കൊലപ്പെടുത്തി. തന്റെ മനസ്സിൽ തോന്നിയ വെറും കൗതുകത്തിന്റെ പേരിൽ അന്നുവരെ കണ്ടു പരിചയം പോലും ഇല്ലാത്ത ഒരു പാവം സ്ത്രീയെ അവൾ കുത്തി കൊലപ്പെടുത്തി. ശേഷം മരണം ഉറപ്പുവരുത്തി. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയെടുത്ത് ജങ് തന്റെ വീട്ടിലേക്ക് മടങ്ങി. തുടർന്ന് അവിടെ നിന്നും സ്യൂട്ട് കേസ്, മൃതശരീരം കഷ്ണങ്ങളാക്കാൻ വേണ്ട ഉപകരണങ്ങൾ, ബ്ലീച്ച് എന്നിവയെടുത്ത് തിരികെ എത്തി. തുടർന്ന് ശവശരീരം കണ്ടം തുണ്ടമാക്കി, വിരലുകൾ പോലും കണ്ടം തുണ്ടമാക്കി മുറിച്ച് സ്യൂട്ട് കേസിലാക്കി. പിന്നീട് വീടിന് പുറത്തിറങ്ങി അവൾ ഒരു ടാക്സി വിളിച്ചു. അവളുടെ അസ്വാഭാവികമായ പെരുമാറ്റം ടാക്സി ഡ്രൈവറിൽ സംശയമുണ്ടാക്കി. അവൾ ടാക്സി ഡ്രൈവറോട് നാക്ഡൌൺ നദിക്കരയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. കാടിനുള്ളിലൂടെ ഒഴുകുന്ന ഒരു നദിയായിരുന്നു അത്. അവർ അവിടെ എത്തി. അവൾ ആ സ്യൂട്ട് കേസ് ആ നദിയിൽ ഉപേക്ഷിച്ചു. പക്ഷെ ഇതെല്ലാം കണ്ടുനിന്ന ടാക്സി ഡ്രൈവർ ഈ വിവരങ്ങളെല്ലാം തന്നെ പോലീസിനെ ധരിപ്പിച്ചു. ഉടൻ തന്നെ പോലീസ് നദിക്കരയിലെത്തി. അവിടെ നിന്നും രക്തം വാർന്നൊലിക്കുന്ന സ്യൂട്ട് കേസ് കണ്ടെത്തി. അധികം വൈകാതെ പോലീസ് അന്വേഷണം ജങ്ങിന്റെ വീട്ടിലേക്ക്. ജങ്ങും വീട്ടിലുള്ളവരും ആദ്യം കുറ്റം നിഷേധിച്ചെങ്കിലും പിന്നീട് അവൾ കുറ്റസമ്മതം നടത്തി. ജങ് പറഞ്ഞത് ഇങ്ങനെയാണ്: അതെ, ഈ കൊലപാതകം ചെയ്തത് ഞാൻ തന്നെയാണ്. എനിക്കൊരു കൊലപാതകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സ്ത്രീയെ കൊന്നത്. ഇത് പോലീസും കോടതിയും ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. 2023 നവംബർ 24 ബുസാൻ കോടതി ജങ് യു ജങ്ങിന് ജീവപര്യന്തം തടവിനും 30 വർഷത്തെ ഇലക്ട്രോണിക് ആംഗിൾ മോണിറ്ററിംഗ് ശിക്ഷയും വിധിച്ചു. പ്രോസിക്യൂഷൻ വധശിക്ഷ ആവശ്യപ്പെട്ടെങ്കിലും ജങ്ങിന്റെ മാനസിക നില പരിഗണിച്ച് കോടതി അത് നിരസിച്ചു. ഒരു യുവതിക്ക് വെറും കൗതുകം കൊണ്ട് ഒരാളെ കൊല്ലാൻ കഴിയുമോ? അത്രമേൽ മാനസികമായി തകർന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയുമോ? സമൂഹത്തിൽ മാനസികമായി തകർന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവർക്ക് ഇരയാകുന്ന ആളുകളുടെ ഒരുപാട് ജീവിതങ്ങളുമുണ്ട്. അത്തരത്തിലൊരു കഥയാണ് ജങ് യു ജങ്ങിന്റേത്. അവളുടെ ചിരിയും മരവിപ്പിച്ച കണ്ണുകളും ഇന്നും പല ദക്ഷിണ കൊറിയൻ പട്ടണങ്ങളിലെ കൗൺസിലിംഗ് സെന്ററുകളിലും ചർച്ചാ വിഷയമാണ്. ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയ ഇൻഫോർമേഷൻസിനായി പ്ലീസ് ഡു സബ്സ്ക്രൈബ് നൊക്ടുറ ടോക്സ്.